الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അൽ അനാത്തു മിനല്ലാഹ് വൽ അജലതു മിനശ്ശൈത്വാൻ. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും പലതവണ കേട്ട ഒരു ഹദീസാണ് പ്രവാചകൻ്റെ ഈ വചനം. റസൂലുള്ളാഹി പറയുന്നത് സാവകാശം അള്ളാഹുവിൽ നിന്നും ധൃതി പിശാചിൽ നിന്നുമാണ് എന്നാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണിത്. ഹദീസിൽ നിന്ന് ഷറഹിലേക്ക് പോകാതെ തന്നെ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ധൃതി കാണിക്കുക എന്നുള്ളത്, തിരക്ക് കൂട്ടുക എന്നുള്ളത് അത് പൈശാചികമാണ്. സാവകാശം, അവധാനത അത് അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, അത്തുഉദതു ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ. എല്ലാ കാര്യത്തിലും സാവകാശം കാണിക്കണം, തിരക്ക് കൂട്ടാൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. ഒരു കാര്യത്തിലൊഴികെ. ആ കാര്യമെന്താണ്? അത് അമലുൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ
അവിടെ തിരക്ക് കൂട്ടണം, അവിടെ ധൃതി കാണിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ പല കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളിലെല്ലാം സാവകാശം കാണിക്കുകയും പരലോകത്തേക്കുള്ള അമലുകൾ ചെയ്യുന്ന മേഖലകളിൽ ധൃതി കാണിക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് ഈ ഹദീത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ധൃതി കാണിക്കുക എന്നുള്ളത് പൈശാചികമായ പ്രവൃത്തിയാണെങ്കിലും എല്ലാ മേഖലകളിലും സാവകാശം കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതേ നബി തന്നെ പറഞ്ഞത് പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തിരക്ക് കാണിക്കണം, ധൃതി കാണിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ കണ്ണു നടുമ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി. ഒരു മനുഷ്യൻ്റെ ആത്മാവ് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരാൾ കടമുള്ള അവസ്ഥയിൽ മരണപ്പെടുകയാണ് എങ്കിൽ അവൻ്റെ ആത്മാവ് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ കടം വീട്ടാൻ ധൃതി കാണിക്കണമെന്നാണ്. കടമുള്ള ആളുകൾ അത് വേഗം വീട്ടണം. ഇനി ഒരാൾ മരിച്ചു പോയതിന് ശേഷമാണ് കടമുള്ള കാര്യം നമ്മൾ അറിയുന്നത് എങ്കിൽ ആ മയ്യത്തിന് വേണ്ടി അതിൻ്റെ അടുത്ത ആളുകൾ കടം വീട്ടുക എന്നുള്ളത് തിരക്ക് കാണിക്കേണ്ട വിഷയമാണ്, ധൃതി കാണിക്കേണ്ട വിഷയമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്ത്, ഈ സമുദായം ഖൈറിലായിരിക്കും, നന്മയിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഖുത്ബയുടെ തുടക്കത്തിൽ തന്നെ 3-4 ഹദീത്തുകൾ ഞാൻ കൊണ്ടുവരാൻ കാരണം, ഹദീത്തുകൾ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? ധൃതി കാണിക്കുക എന്നുള്ളത് പൈശാചികമാണ്. എന്നാൽ തിരക്ക് കാണിക്കേണ്ട, ധൃതി കാണിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതേതാണ്? അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച വിഷയങ്ങളിൽ തിരക്ക് കാണിക്കാൻ, ധൃതി കാണിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മത്സരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ, ഒന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 148-ാമത്തെ ആയത്താണ്, ഫസ്തബിഖുൽ ഖൈറാത്ത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ ഖൈറാത്തുകളിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ്, മുന്നേറണമെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതേപോലെ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആല ഇമ്രാൻ 133-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർദുഹസ് സമാവാതു വൽ അർദ് വഇദ്ദത ലിൽ മുത്തഖീൻ. മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. വസാരിഉ, നിങ്ങൾ തിരക്ക് കൂട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീനിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട സ്വർഗത്തിലെ സുഖങ്ങൾ, അതിലെ അനുഭൂതികൾ, അതൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ, കിടമത്സരം നടത്തുന്ന ആളുകൾ അതിനുവേണ്ടി മത്സരിക്കട്ടെ, അഥവാ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ 3 ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഈ 3 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് നന്മകളിൽ മത്സരിക്കണമെന്നാണ്, നന്മകൾ ചെയ്യാൻ ധൃതി കാണിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൊത്തത്തിൽ അവധാനത കാണിക്കേണ്ട, സാവകാശം കാണിക്കേണ്ട ആളുകളാണ്. എന്നാൽ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമലുകൾ ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന മേഖലകളിൽ ധൃതി കാണിക്കാൻ, തിരക്ക് കൂട്ടാൻ വിശ്വാസികളായ ആളുകൾ സജീവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അധ്യാപനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അശ്രദ്ധ കാരണം, നാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ദുനിയാവിൽ വല്ലതും നഷ്ടമാവുകയാണ് എങ്കിൽ നമ്മളൊക്കെ ഖേദിക്കാറുണ്ട്, അല്ലേ? ദുനിയാവിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്ന വിഷയത്തിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടത് നഷ്ടമായാൽ നമുക്കൊക്കെ സങ്കടമുണ്ടാവാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ദുനിയാവിൽ നഷ്ടമായത് ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതൊരു ഭൂമിയാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, ഭൗതികമായ എന്ത് സൗകര്യമാകട്ടെ, ഒരുപക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് വീണ്ടും സാധിക്കും. എന്നാൽ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഉപയോഗിച്ച് പരലോകത്തേക്ക് വേണ്ടി നാം ചെയ്യേണ്ട ഓരോ കർമ്മങ്ങളുണ്ട്, അതിന് പ്രത്യേകമായ സമയങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതൊരു നഷ്ടമാണ്. പിന്നെ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയം, നമ്മുടെ ആരോഗ്യം, ആ സമയങ്ങളിൽ നാം ചെയ്യേണ്ട ഇബാദത്തുകളിൽ നമ്മൾ മത്സരിച്ചിട്ടില്ല എങ്കിൽ, നാം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ്. മുൻഗാമികളായ ആളുകൾ പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും എല്ലാ രാവിലെയും വിളിച്ചു പറയുന്ന ഒരാൾ ഇപ്രകാരം പറയുമെന്നാണ്: യബ്ന ആദം അന യൗമുൻ ജദീദ്, അല്ലയോ ആദമിൻ്റെ സന്തതി, ഞാൻ പുതിയൊരു ദിവസമാണ്, ഞാൻ പുതിയൊരു ദിവസമാണ്. വഅല അമലിക ഷഹീദ്, ഞാൻ നിങ്ങളുടെ പ്രവർത്തികൾക്ക് സാക്ഷിയാണ്. എല്ലാ ദിവസവും രാവിലെ ഒരാൾ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: മനുഷ്യന്മാരെ, ഞാൻ പുതിയൊരു ദിവസമാണ്, നിങ്ങളുടെ പ്രവർത്തികൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദൂ മിന്നി, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് കർമ്മങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. കാരണം എന്താ? ഫഇന്നി ലഅഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇനി എനിക്കൊരു മടക്കല്ല. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ മഗ്രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത ശനിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം ഇനി മടക്കല്ല. ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്? ഈ ദിവസം ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഈ വെള്ളിയാഴ്ചയിലെ അമലുകൾ മറ്റൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വാചകൻ, അദ്ദേഹം പറഞ്ഞു: ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരലോകം നമ്മുടെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരലോകം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഈ ദുനിയാവിൽ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു: ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാകണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ദുനിയാവ് വേണ്ടെന്നല്ല. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരലോകത്തെ മറക്കാൻ പാടില്ല. എന്നിട്ട് എന്താണ് അതിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞത്? ഫഇന്നൽ യൗമ അമലുൻ, ഇന്ന് അമൽ ചെയ്യാനുള്ള ദിവസമാണ്. വല ഹിസാബുൻ, വിചാരണയല്ല. നാളെയോ? വഗദൻ, നാളെയാകട്ടെ ഹിസാബുൻ, വിചാരണയാണ്. വല അമൽ, മരിച്ചാൽ പിന്നെ അമൽ ചെയ്യാൻ പറ്റൂല. മരിച്ചാൽ നിസ്കാരമില്ല, മരിച്ചാൽ നോമ്പില്ല, മരിച്ചാൽ ദിക്റുകൾ ചെല്ലാനുള്ള അവസരമില്ല, മരിച്ചാൽ ഖുർആൻ ഓതാനുള്ള ചാൻസ് ഇല്ല. മരിക്കുന്നത് വരെയാണ് അമൽ ചെയ്യാനുള്ള അവസരം. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ഇബാദത്തുകൾ ഉണ്ടാകണം. മരണത്തിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആരാധനകൾ അനുഷ്ഠിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്: ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരക്ക് കൂട്ടണം, നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം. ഞാൻ ഓതി വെച്ച ആയത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? മരിക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ വിലാപാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത്, മരണം പിടികൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ചില ആളുകൾ പറയുമെന്നാണ്. എന്താ പറയുന്ന വാചകം? ഖാല റബ്ബി ഇർജിഊൻ, പടച്ചോനെ എൻ്റെ അവധി ഒന്ന് നീട്ടിത്തരണേ, എന്നെ ഒന്നുകൂടെ ദുനിയാവിലേക്ക് ജീവിക്കാൻ വേണ്ടി വിടണേ, എന്നെ നീ മരിപ്പിക്കല്ലേ. മരിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ പറയുന്ന വാചകമാണ്. എന്തിനാണിത് പറയുന്നത്? ലഅല്ലി അഅമലു സാലിഹാ, നീ എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ, മരിക്കാതെ എൻ്റെ ആയുസ്സൊന്ന് നീട്ടിത്തരികയാണെങ്കിൽ, ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാന്നാണ്, ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാന്നാണ്. എന്തെങ്കിലും പ്രയോജനം ആ വാക്കുകൊണ്ടുണ്ടോ? ഇല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറുതെ പറയുന്ന ഒരാളുടെ വർത്താനം മാത്രമാണ്. അല്ലാഹു അത് ചെവി കൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാടെന്താ? മരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ വിലാപം എന്താ? പടച്ചോനെ ഞാൻ അമലുകൾ ചെയ്തോളാം. എന്തിനാ സഹോദരൻ മരിക്കാൻ കാത്തു നിൽക്കുന്നത്? മരണം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു നമ്മളോട് പറയാ, നിങ്ങൾ നന്മകൾ ചെയ്തോളൂ, നന്മകളിൽ മത്സരിച്ചോളൂ. അപ്പം ഞാനും നിങ്ങളും മരണത്തെ മുഖാമുഖം കാണുന്ന ആൾക്കാരല്ല, മരണത്തിൻ്റെ സക്രാത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ആൾക്കാരല്ല നമ്മളിപ്പോൾ. അത് നമ്മുടെ തൊട്ടടുത്ത സമയം അതാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ്സിന് എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗപ്പെടുത്തി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ചരിത്രത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഒരുപാട് വാചകങ്ങളുണ്ട്, വാക്കുകളുണ്ട്. ഒരു ധിക്കാരിയായി, തോന്നിവാസിയായി ജീവിച്ച് ദീന് മനസ്സിലാക്കി നല്ല ആബിദായി, നല്ല മനുഷ്യനായി ജീവിച്ച ആളാണ് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി, ഒരാളെ കണ്ടുമുട്ടി. അപ്പം അദ്ദേഹം ചോദിച്ചു അയാളോട്, കം അത്തച്ച ആലയിക്ക, ആ മനുഷ്യനോട് ചോദിക്കണം, നിങ്ങൾ എത്ര കാലമായി ദുനിയാവിൽ വന്നിട്ട്, എത്ര വയസ്സായി, എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? അപ്പം അയാൾ പറഞ്ഞു, 60 സന, ഞാൻ 60 വർഷമായി ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഅൻത മുൻദു 60 സന തസീറു ഇലാ റബ്ബിക തുഷികു അൻ തബ്ലുഗ. ആ വാചകത്തിൻ്റെ ആശയം ഇതാണ്: നിങ്ങൾ പടച്ചോനിലേക്ക് അടുക്കാനായിട്ടുണ്ട്,
മരണം വരാനായിട്ടുണ്ട്, അല്ലേ? ആയുസിൻ്റെ ഒരു നല്ല പങ്കൊക്കെ പൂർത്തിയായി, മരിക്കാനുള്ള സമയമായിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനോട് പറഞ്ഞു. അത് കേട്ട ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാചകം അറിയാത്ത ആരാ ഈ കൂട്ടത്തിലുള്ളത്? ഈ പള്ളിയിൽ ഇരിക്കുന്ന എല്ലാവരും ഈ വാചകം കേട്ട ആൾക്കാരാണ്, പറഞ്ഞ ആൾക്കാരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. സഹോദരങ്ങളെ, ഈ വാചകം കേട്ട ഉടനെ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? അതിൻ്റെ ആശയം എന്താണെന്നറിയോ? അതിൻ്റെ തഫ്സീർ നിങ്ങൾക്കറിയോ? അപ്പം അയാൾ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ തഫ്സീർ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരികളും, ഞാൻ അടക്കമുള്ള എല്ലാവരും അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കണം. കാരണം എന്താ? നമ്മളെല്ലാവരും പറയുന്ന വാചകമാണ്. ഒരു മരണ വാർത്ത കേട്ടാൽ, ഒരു ദുരന്ത വാർത്ത കേട്ടാൽ നമ്മളൊക്കെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ ആ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി തഖൂലു അന ലില്ലാഹി അബ്ദുൻ വ അന ഇലല്ലാഹി റാജിഊൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഈ അർത്ഥം നമുക്കറിയാം. എന്നാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൻ്റെ വിശദീകരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫമൻ അലിമ അന്നഹു അബ്ദുല്ലാഹി വ അന്നഹു ഇലൈഹി റാജിഊൻ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. നമ്മൾ പറഞ്ഞ വാചകം എന്താ? ഇന്നാ ലില്ലാഹി, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്. ഫമൻ അലിമ അന്നഹു അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, അയാൾക്ക് ഉറപ്പിക്കണം എന്ത്? അയാൾ അള്ളാഹു അന്നഹു ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങും. നമ്മളെല്ലാവരും പടച്ചവനിലേക്ക് മടങ്ങും, അത് ഉറപ്പാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങും, ആരും മടങ്ങാതിരിക്കില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൽയഅലം ബിഅന്നഹു മൗഖൂഫൻ, അള്ളാഹുവിലേക്ക് മടങ്ങുമെന്ന് ഉറപ്പുള്ള ഒരാൾ, അയാൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മളൊക്കെ നിൽക്കേണ്ടി വരും. മനസ്സിലായി? നമ്മളെല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കേണ്ടി വരും. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വമൻ അലിമ ബിഅന്നഹു മൗഖൂഫൻ ഫൽയഅലം ബിഅന്നഹു മസ്ഊലുൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഒരാൾ അറിയണം. എന്താ അറിയേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് വിചാരണ നടത്തും, ചോദിക്കും. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും, നമ്മൾ ചെയ്തതിനെക്കുറിച്ച് ചോദിക്കും, അത് ഉറപ്പാണ്. നോക്കൂ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിൻ്റെ ആശയം ഇതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുന്നത് അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അള്ളാഹു നമ്മളോട് ചോദ്യം ചോദിക്കും, വിചാരണ നടത്തും. ആ വിചാരണയിൽ എന്ത് ചെയ്യണം? നമ്മൾ മറുപടി പറയണം. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഈ മനുഷ്യൻ, പ്രായം ചെന്ന ഇയാൾ മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഫമൽ ഹീല, എന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രമുണ്ടോ? ആ അള്ളാഹു വിചാരണ നടത്തുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഞാൻ എന്ത് തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത്? ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വളരെ എളുപ്പമാണ്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴി എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മദാ വമാ ബഖിയ. നിന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലം നന്മകൾ കൊണ്ട് ധന്യമാക്കുക, നന്മകൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. മനസ്സിലായോ? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ വാചകം പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലം എത്ര ഉണ്ട് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നന്മകൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. ഇനി അതല്ല, നമ്മളത് ചെവി കൊടുക്കാതെ, നമ്മളത് കേൾക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോകം നഷ്ടമാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റണം, പടച്ചോനെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റണം. അമ്പിയാക്കൾ ആരായിരുന്നു? നന്മ പഠിപ്പിക്കാൻ വേണ്ടി വന്ന അമ്പിയാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മത്സരിക്കുന്ന ആൾക്കാരിൽ നിന്ന്. ആര്? ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവർ നന്മകളിൽ മത്സരിക്കുന്ന ആൾക്കാരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നബി, അമ്പിയാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. മാസൂമാണ് നബി. മാസൂം പറഞ്ഞാൽ എന്താ? പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നബി. നബി പാപ സുരക്ഷിതനാണ്, മാസൂം എന്നതിന് പറയാം. അങ്ങനെയുള്ള നബി വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യം തുറന്നു കൊടുക്കുക നബിക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം.
മനസ്സിലായോ? നബിക്കാണ് ആദ്യം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നെടുക്കുക. സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ, അതിൻ്റെ കാവൽക്കാരനായ മനുഷ്യൻ സ്വർഗത്തിൻ്റെ കവാടത്തിൽ മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ അയാൾ വിളിച്ചു ചോദിക്കുന്ന, ആരാണ് ഈ കതകിൽ മുട്ടുന്നത്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്. അപ്പോൾ ആ മലക്ക് പറയുന്നതാണ്, അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ സ്വർഗത്തിൻ്റെ കവാടം ആദ്യമായി തുറക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിൽ ആദ്യം കടക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനകളിൽ മത്സരിച്ചു. ആരാധനകൾ ചെയ്യാൻ തിരക്ക് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാത്രിയിൽ കാലിൽ നീരുകെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നിർവഹിച്ചു എന്ന ഹദീത്തുകൾ പഠിപ്പിക്കുന്നത്. കാലിൽ നീരുകെട്ടുവോളം നബി നിസ്കരിച്ചു. നമ്മൾ മര്യാദയ്ക്കൊരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാൻ നമുക്ക് സമയമല്ല. നമ്മളെക്കുറിച്ച് ആലോചിക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ചിന്തിക്കണം. ഈ ആരാധനകളുടെ വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണുള്ളത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലേ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. ലോകത്തുള്ള എത്ര മിമ്പറുകളിൽ ഇമാം നവവിയെക്കുറിച്ച് പറയുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയ മഹാപണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ആര്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം എപ്പോഴാണ് മരിക്കണമെന്നറിയോ? 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കണത്. 45-ാമത്തെ വയസ്സിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കുട്ടികളുണ്ട്, അല്ലേ? 15, 12, 20 വയസ്സായ കുട്ടികളുണ്ടാവും. നമ്മളെക്കാൾ ഒരു 25 വർഷം ഏറെയുള്ള, അല്ലെങ്കിൽ 20 വർഷം അധികം ജീവിച്ചൊരു മനുഷ്യൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ നല്ല ഒരു കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. എത്ര നന്മകൾ അദ്ദേഹം ചെയ്തു, എത്ര നന്മകൾ അദ്ദേഹം ചെയ്തു! ആ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് എത്ര നന്മകൾ അദ്ദേഹം ചെയ്തു. ഞാൻ എന്തിനത് പറഞ്ഞ്, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ലോകത്തുള്ള പള്ളികളിൽ ഇമാം നവവിയുടെ പേര് പലരും പറയും. ഇമാം നവവി പറഞ്ഞതുപോലെ, ഇമാം നവവി വിശദീകരിച്ചതുപോലെ അദ്ദേഹം ഈ ഹദീത്തിനെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് വിശദീകരിച്ചത് പറഞ്ഞ് ഇമാം നവവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 45-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന് വലിയ സംഭാവന ചെയ്തു, നന്മകൾ ഒരുപാട് ചെയ്തു എന്നതിൻ്റെ അർത്ഥം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, എത്രയെത്ര പണ്ഡിതന്മാരാണ്! അവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും നന്മകളിൽ മത്സരിക്കുന്ന ആൾക്കാരാവണം, നന്മകൾ വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാകണം. ഒരു നന്മയായും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസാരമായി കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലതഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ. ഒരു നന്മയായും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിസാരമായി കാണരുത്. ഒരു നന്മയെയും നിസാരമായി കാണരുത്. എന്നാൽ ആ ഹദീത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്തറിയോ? നമ്മുടെ വീട്ടിൽ നമ്മളൊരു കറി ഉണ്ടാക്കി, നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു കറി ഉണ്ടാക്കി, അത് അയൽവാസിക്ക് കൊടുക്കണം. തികയുന്നില്ല എങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കറി അയൽവാസിക്ക് കൊടുക്കണം എന്നാണ്. ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ആ അവസരങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് പള്ളിയിൽ കയറിയപ്പോൾ നമ്മൾ ആദ്യം ഏത് ചെരുപ്പ് അഴിച്ചത്? നമ്മൾ പള്ളിയിൽ കയറിയപ്പോൾ ആദ്യം ഏത് കാല വെച്ചത്? പള്ളിയിൽ കയറിയപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? അവിടെയൊക്കെ നന്മ ചെയ്യാനുള്ള അവസരമില്ലെന്നോ? അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പ്രാർത്ഥിക്കണം, അല്ലേ? പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നമസ്കരിക്കണം, പള്ളിയിൽ കയറിയാൽ വലതുവശത്ത് വന്ന് ഇരിക്കണം. എത്രയെത്ര നന്മകളുണ്ട്! ഇതൊക്കെ വളരെ നിസാരമായി നമുക്ക് തോന്നാം. പക്ഷെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഏടിലുണ്ടാകുക. നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ വിചാരണക്കെടുക്കുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് വെച്ച് കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഓർത്താൽ മതി, മനസ്സിലായില്ലേ? ഒന്ന് ശ്രമിച്ചാൽ മതി. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന പ്രാർത്ഥന അറിയാത്ത ആരാ ഈ കൂട്ടത്തിലുള്ളത്? എല്ലാവർക്കും അറിയാം, പക്ഷെ ചൊല്ലാൻ മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മകളെ നിസ്സാരമായി കാണരുത്, നന്മകളെ മറന്നു പോകാൻ പാടില്ല. രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഹസ്തദാനം നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരസ്പരം കൈ കൊടുക്കണമെന്ന് മടിയാണെന്ന് ആളുകൾക്ക്, അല്ലേ? കൈ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടി അവർ സലാം പറഞ്ഞു പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ എപ്രകാരം കൊഴിഞ്ഞു വീഴുമോ, കാറ്റടിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലം! അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് ജാഗ്രത കാണിച്ചാൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു.
ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾക്കാരാരാന്നറിയോ? കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ്. തീർന്നില്ല, ഒരുപാട് ആയുസ് കിട്ടിയ ആൾക്കാരാണ്. ആയുസ് കിട്ടിയാൽ മാത്രം പോരാ, വഹസുന അമലുഹു, കിട്ടിയ ആയുസ്സിൽ എന്ത് ചെയ്തു? നന്മകൾ വർദ്ധിപ്പിച്ചു, നന്മകൾ ചെയ്തു, നല്ലത് ചെയ്തു. മനസ്സിലായോ? നല്ലത് ചെയ്യാന്നുള്ളത് നല്ല മനുഷ്യന്മാരുടെ അടയാളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു. അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ, മരിക്കണേന് മുമ്പ് നന്മ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ, വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ ആ വാതിലുകളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം, മത്സരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനിയുള്ള ഖുതുബകളിൽ ഇൻഷാ അല്ലാഹ് ഏതാനും ഖുതുബകളിലൂടെ നന്മയുടെ വാതിലുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ നന്മകളുണ്ട്. വളരെ നിസാരമാണ് എന്ന് നമുക്ക് തോന്നും, വളരെ നിസാരമായ കാര്യങ്ങൾ, പക്ഷെ അതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. വലിയ പ്രതിഫലം കിട്ടുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചു. അമലുൻ യസീർ വ അജ്റുൻ കബീർ എന്ന രീതിയിൽ പല പേരുകളിൽ ചെറിയ അമലുകൾ, ചെറിയ ചെറിയ പ്രവർത്തികൾ, പക്ഷേ അതിൻ്റെ കൂലി എത്രയാ? വലുതാണ്. അത് ചെയ്യാൻ നമുക്കൊരു സാമ്പത്തിക ചെലവില്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഒരൊറ്റ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ. ആയത്തുൽ കുർസി അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാം. എന്നാൽ നബിൻ്റെ അധ്യാപനം എന്താ? ആയത്തുൽ കുർസി എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും ശേഷം ഓതണം. സുബഹി ആകട്ടെ, ദുഹറാകട്ടെ, അസറാകട്ടെ, മഗ്രിബാകട്ടെ, എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി ഓതണം. എന്താ പ്രതിഫലം? എന്താ? അവൻ പിന്നെ ഒരൊറ്റ കാര്യം സംഭവിച്ചാൽ മതിയോ സ്വർഗത്തിലാണ്. ഒരൊറ്റ കാര്യം. എന്താ കാര്യം തരുമോ? ഓൻ മരിച്ചാൽ മതി. അയാൾ മരിച്ചാൽ പിന്നെ ആൾ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് എത്ര വലിയ കൂലിയാണ്. എത്ര സമയം വേണം ആയത്തുൽ കുർസി ഓതാൻ? എത്ര നേരം വേണം? നമ്മുടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ആയത്തുൽ കുർസി ഓതി തീർക്കാൻ പറ്റും. മനസ്സിലായി? നബിയുടെ ചോദ്യം, അല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് അറിയിച്ചു. സ്വഹാബികൾ പറഞ്ഞു, നബിയെ പറഞ്ഞു തരണം, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് സ്വർഗത്തിലെ നിധിയാണെന്നാണ്. സ്വർഗത്തിലെ നിധി നോക്കുങ്ങൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലാൻ എത്ര സമയം വേണം? എത്ര നേരം വേണം? വളരെ കുറച്ച് സമയം മതി. അതുകൊണ്ട് തന്നെ ചെറിയ സമയം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒട്ടനവധി അമലുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അമലുകൾ ചെയ്താൽ ആ വലിയ പ്രതിഫലങ്ങൾ പരലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അടുത്ത ആഴ്ച മുതലുള്ള ഖുതുബകളിൽ നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ചർച്ചക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പള്ളിയിൽ വരിക, നേരത്തെ പള്ളി ജുമാ തുടങ്ങുമ്പോൾ ഖതീബ് മിമ്പറിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പള്ളിയിലുണ്ടാകണം. മനസ്സിലായില്ലേ? അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പള്ളിയുടെ കവാടത്തിൽ മലക്കുകൾ ഇരിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ മലക്കുകൾ പേനയും ബുക്കും പേപ്പറൊക്കെ മടക്കി വെച്ച് അവർ ഖുതുബ കേൾക്കാൻ വേണ്ടി പള്ളിയിലിരിക്കുന്ന, പിന്നെ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യൂല? ആ വലിയ പ്രതിഫലം രേഖപ്പെടുത്തൂല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്ന സമയത്ത് നേരത്തെ പള്ളിയിൽ വരും. വെള്ളിയാഴ്ച ദിവസം ഇതിനുള്ള ദിവസമാണ്, ഖുതുബ കേൾക്കാൻ വേണ്ടിയുള്ള ദിവസമാണ്. അതേപോലെ ജുമായിൽ പങ്കെടുക്കാനുള്ള ദിവസമാണ്. മനസ്സിലല്ലേ? നമുക്കറിയാവുന്ന ആളുകളെയൊക്കെ പള്ളിയിലേക്ക് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ, അവരിൽ പല ആളുകളും പള്ളിയിൽ പോകാത്ത ആൾക്കാരാണ്, പള്ളിയെക്കുറിച്ച് അശ്രദ്ധരാണ്. ഈ വന്ന കുട്ടികൾ മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ പള്ളിയിലേക്ക് വിളിക്കണം. എന്തിനാ? പള്ളിയിൽ കുറേ ആൾ വന്നു എന്ന് പറയാനല്ല, അവർ ദീന് കേൾക്കണം, അവർ ദീന് പഠിക്കണം. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദീന് പഠിക്കണം. അവരവരുടെ ഉമ്മയെ സ്നേഹിക്കുന്ന, ബാപ്പയെ സ്നേഹിക്കുന്ന, ഈ സമൂഹത്തിനോട് കടപ്പാടുള്ള നല്ല മക്കളായി വളരണം. അത് ഇവിടുന്ന് അത് സ്കൂളിലെ സയൻസും ബയോളജിയും അതേപോലെ തന്നെ ഹിസ്റ്ററിയും പഠിച്ചാൽ ആ സംസ്കാരം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ഒന്നും പഠിക്കുക, അതൊക്കെ പഠിക്കണം. പക്ഷെ നമ്മൾ ആരാകണം? നമ്മൾ മുസ്ലിം ആകണം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മുസ്ലിമാണെന്നുള്ളതാണ്. നമ്മളെ കണ്ട ആളുകൾ പറയണം ഈ ഇസ്ലാമാണ് ശരിയെന്ന് നമ്മളെ കണ്ട് പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു അവസരം എന്താ? വെള്ളിയാഴ്ചയിലെ മിമ്പറുകളാണ്, ഖുതുബകളാണ്, അതേപോലെ തന്നെ മറ്റുള്ള വിജ്ഞാനത്തിൻ്റെ സദസ്സുകളാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മത്സരിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞ ഒരു ചരിത്രം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ആ സമയത്ത് അംറുബ്നു ജുമൂഹ് എന്ന പേരുള്ള ഒരു സ്വഹാബി, അംറുബ്നു ജുമൂഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വികലാംഗനാണ്. അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ല. ശരിക്കും നേരെ നടക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. ആ അംറുബ്നു ജുമൂഹ്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ ആ ആഹ്വാനം കേട്ട് അംറുബ്നു ജുമൂഹിൻ്റെ മക്കളെല്ലാവരും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ബാപ്പ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ എന്തിനായി ഒരുങ്ങുന്നത്? എന്തിനാ? അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ യുദ്ധത്തിന് പോകാൻ റെഡിയാവാണ്. ബാപ്പ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ യുദ്ധത്തിനുണ്ട്, ഞാനുമുണ്ട്. ആരായി പറയുന്നത്? വികലാംഗനായ അംറുബ്നു ജുമൂഹ്. മക്കൾ ബാപ്പയോട് പറഞ്ഞു, ഖദ് ജഅല ലക റുഖ്സതൻ, അല്ലാഹു നിങ്ങൾക്ക് റുഖ്സ നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കാലിന് സ്വാധീനമില്ലാത്ത ആളാണ്, നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വികലാംഗനാണ്, നിങ്ങൾക്ക് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ നിർബന്ധമുള്ള കാര്യമല്ല. ബാപ്പ, ഞങ്ങൾ പോകാം യുദ്ധത്തിന്, നിങ്ങൾ പോകേണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. ബാപ്പയുടെ ചോദ്യമുണ്ട്, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ മുന്നിലുള്ള സ്വർഗത്തിൻ്റെ വാതിലടക്കുകയാണോ? സ്വർഗത്തിൽ പോകാൻ എനിക്ക് ലഭിക്കുന്ന ഒരവസരം, ആ വാതിലാണോ നിങ്ങൾ ഈ കൊട്ടിയടക്കുന്നത്? ചരിത്രം പറയുന്നത് ആ ബാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടായി എന്നാണ്. ബാപ്പ മത്സരിക്കുകയാണ് നന്മയിലേക്ക്, സ്വർഗത്തിൽ പോകാനുള്ള മത്സരം. മക്കൾ പറയുന്നത് ബാപ്പ റുഖ്സുള്ള ആളാണ്, ഇളവുള്ള ആളാണ്, യുദ്ധത്തിൽ വികലാംഗനാണ്. മക്കളുടെ ഭാഗത്തും ന്യായമുണ്ട്. ഒടുവിൽ ആ പ്രശ്നം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. നബിയുടെ ബാപ്പ പറഞ്ഞു, നബിയെ, എനിക്ക് യുദ്ധത്തിന് പോരണം, എനിക്ക് ഷഹീദാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു, യുദ്ധത്തിന് പോരാൻ അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നബിയെ, ഞാൻ യുദ്ധത്തിൽ ഷഹീദായി സ്വർഗത്തിൽ കടക്കുകയാണ് എങ്കിൽ നബിയെ, ഞാൻ എങ്ങനെയായിരിക്കും സ്വർഗത്തിൽ കടക്കുക? ഈ വികലാംഗനായ ഞൊണ്ടി എന്ന് പറയുന്ന വിശേഷണമാണ് ആളുകൾ പലപ്പോഴും നൽകാറുള്ളത്. അതേപോലെ ആ കാലിന് വയ്യാത്ത അവസ്ഥയിലാണോ, വികലാംഗനായിക്കൊണ്ട് തന്നെയാണോ ഞാൻ സ്വർഗത്തിൽ കിടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങൾ പരിപൂർണനായ ഒരു മനുഷ്യനായി, നിങ്ങൾക്കിപ്പോഴുള്ള ന്യൂനതകളെല്ലാം മാറി ഒരു നല്ല ആരോഗ്യമുള്ള നല്ല കാലുകളുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. ഉഹദിൻ്റെ രണാങ്കണത്തിൽ മഹാനായ അംറുബ്നു ജുമൂഹ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ അംറുബ്നു ജുമൂഹിനെ പൂർണ്ണനായ കാലുള്ള വ്യക്തിയായി അദ്ദേഹം നടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ നടന്ന ഈ ചരിത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാരണം, ഇതൊരു മത്സരമായിരുന്നു, സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരം. ബാപ്പയും മക്കളും തമ്മിൽ തർക്കിച്ചത് സ്വർഗത്തിന് വേണ്ടിയാണ്. ബാപ്പയൊടുവിൽ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കേണ്ടവരാണ്. നമ്മുടെ മുമ്പിലും അവസരങ്ങളുണ്ട്, നമ്മുടെ മുമ്പിലും പ്രവർത്തിക്കാനുള്ള, നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് വാതിലുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരു വലിയ പ്രോഗ്രാം നടത്തിയാണ്. അതൊരവസരമാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള പ്രൊഫഷണലുകളായ ആളുകൾക്ക്, ഡോക്ടർമാരും എഞ്ചിനീയർമാരും അങ്ങനെയുള്ള പ്രൊഫഷണലുകളായ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കുള്ള പ്രത്യേകമായൊരു പ്രോഗ്രാം പ്രൊഫൈസ് എന്ന പേരിൽ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. സാധ്യമാകുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ഈ കൂട്ടത്തിൽ പ്രൊഫഷണലുകളായ ആളുകളുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളുണ്ടാകും. നമ്മുടെയൊക്കെ ഫോണിൽ ഡോക്ടർമാരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാകും, എഞ്ചിനീയർമാരുടെ ഇതുണ്ടാകും. പ്രൊഫഷണൽ മേഖലകളിലുള്ള ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ആ പ്രോഗ്രാമിനൊന്ന് ക്ഷണിക്കുക. അതൊരു അവസരമാണ്.
അവരെ നന്മയിലേക്ക് വിളിക്കാനുള്ള അവസരമാണ്. പലപ്പോഴും പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകൾക്ക്, ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും അതേപോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് ദീന് പഠിക്കാനും കേൾക്കാനും പലപ്പോഴും സമയം ഉണ്ടാവില്ല. അവർ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി പൂർണ്ണമായി അവരുടെ കുടുംബസമേതം ഭാര്യമാരുടെ മക്കളുടെ കൂടെ വന്ന് പൂർണ്ണമായി പ്രോഗ്രാം കേൾക്കുന്ന രീതിയിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ആതിഥേയരാണ് നമ്മൾ, കണ്ണൂരുകാരാണ് ഈ പള്ളിയിലിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിൻ്റെ സമീപത്തും പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഏതൊക്കെ നന്മ ചെയ്യാൻ അവസരമുണ്ടോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, അള്ളാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു അവരുടെ കടങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന അനേകായിരം മനുഷ്യരുണ്ട്, അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഅ മിൻകും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.